ലൈവില് ബാത്റൂം ഏരിയയിൽ സിബിനും അപ്സരയും ഇരുന്ന് സംസാരിക്കാണ്. അവിടെ ശ്രീതു അപ്പുറത്തിരിപ്പുണ്ട്. അർജുൻ അവിടെ നിന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. അവരുടെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്സരയെ കുറിച്ച് മോശമായിട്ട് സിബിൻ പറഞ്ഞതുകൊണ്ട് അവിടെ സിബിന്റെ അടുത്ത് പിണങ്ങി നടക്കാണ് അപ്സര. അപ്പോൾ ആ പിണക്കം മാറ്റാനും ദേഷ്യം മാറ്റാനും വന്നിരുന്ന് സംസാരിക്കാണ് സിബിൻ. അപ്പൊ പറയുന്നുണ്ട്, പവർ റൂമിൽ എല്ലാവരേക്കാളും അധികാരം കാണിച്ചിരുന്നത് നീയാണ്, അതുകൊണ്ട് തന്നെ നിന്റെ ആ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവിടെ സിബിൻ പറയുന്നുണ്ട്. അപ്പൊ അപ്സര പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, ഞാൻ എല്ലാവരും പറയുന്ന തീരുമാനങ്ങൾ മാത്രമാണ് ഞങ്ങൾ എടുത്തിരുന്നത്, അല്ലാതെ ഞാൻ സ്വന്തമായി ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിബിൻ പറഞ്ഞു, അല്ല അത് മാത്രമല്ല, നീ വന്ന് അവിടെ എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും ഗബ്രിയൊക്കെ സംസാരിക്കാൻ നോക്കുന്ന സമയത്ത് നിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നീ അവരെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ അപ്സര പറഞ്ഞു, അർജുൻ നീ ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല, നീ പവർ റൂമിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല, പറ ഞാൻ ഒറ്റയ്ക്കായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ, ഇന്നേ വരെ ഞാൻ അവിടെ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അർജുനോട് ചോദിച്ചു. അപ്പൊ അർജുൻ പറഞ്ഞു, ഇല്ല, ഇന്നേ വരെ ഒരു തീരുമാനവും അങ്ങനെ അപ്സര സ്വന്തമായിട്ട് എടുത്തിട്ടില്ല, ഞങ്ങൾ 4 പേരും ഒരുമിച്ചെടുത്ത തീരുമാനങ്ങൾ മാത്രമാണ് അവിടെ വന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ല. പിന്നെ അപ്സര അങ്ങനെ അവിടെ ലീഡ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അതിലൊരു ലീഡിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ലീഡിങ് റോള് അവൾക്ക് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്, അത് അവളുടെ കഴിവ്, അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നവിടെ അർജുൻ പറഞ്ഞു സിബിന്റെ അടുത്ത്. അപ്പൊ സിബിൻ പറഞ്ഞു, ഞാൻ അതിനെ കുറ്റമായിട്ട് എന്ത് പറഞ്ഞു, നീ എന്തിനാ അതിനങ്ങനെ കുറ്റപ്പെടുത്തുന്നെന്ന് പറയുന്ന, മൂക്കിടിച്ച് പരത്തുട്ടാ ഞാൻ എന്ന് പറഞ്ഞു സിബിൻ. അപ്പൊ എടുത്ത വഴിക്ക് അർജുൻ തിരിച്ചു പറഞ്ഞു, എന്റെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോവെന്ന്. അപ്പൊ സിബിൻ ആകെ അയ്യടാന്നായി പോയി. ആഹാ എന്ന് പറഞ്ഞിട്ട് സിബിൻ അവിടെ മിണ്ടാതിരുന്നു. അതിനുശേഷം എന്നിട്ട് മൂളുന്നുണ്ടായിരുന്നു സിബിൻ. എന്തായാലും അവിടെ സിബിനും അർജുനും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. സിബിനെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു അർജുനെയും, അർജുന് സിബിനെയും. രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ ഇതുവരെ അവിടെ ഒരുമിച്ചിരുന്നുകൊണ്ട് വന്നിട്ടില്ല. പിന്നെ പോരാത്തതിനെ ശ്രീധുവിന്റെ അടുത്തുണ്ടായ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിലുണ്ടായ ആ ഒരു കാര്യവും അർജുന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതും പിന്നെ സിബിൻ എല്ലാവരുടെ അടുത്ത് നടന്നുകൊണ്ട് ഓരോ പാരകൾ വെക്കുന്നതും അർജുന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു സിബിന്റെ അടുത്ത് അത്രയും ഒരു അടുപ്പത്തിലല്ല അർജുൻ. ആ സമയത്താണ് സിബിൻ തമാശ രീതിയിലാണെങ്കിൽ പോലും നിന്റെ മൂക്കിടിച്ച് പരത്തുമെന്ന് പറഞ്ഞ വഴിക്ക് അർജുൻ അവളെ വളരെ ഇതോടുകൂടിയാണ് അപ്പൊ തന്നെ റിയാക്ട് ചെയ്യായിരുന്നു. എന്റെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോവോ എന്ന് അപ്പൊ തന്നെ അർജുൻ പറയുകയായിരുന്നു. സത്യത്തിൽ ആ മറുപടി കേട്ടിട്ട് ഷോക്കായിട്ട് സിബിൻ ഇരിക്കുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിച്ചത്.